ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കാനായ ഒരാശയമാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നാം സാധാരണയായി എന്താണ് ചെയ്യുന്നത്? നമുക്ക് ഒരാശയം കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ മാറ്റാം. ഈ വർഷം ഞാൻ കണ്ട ഏറ്റവും വലിയൊരു അറിവ് ഇത് തന്നെയാണ്. നമ്മുടെ മനസ്സിനെ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ മാറ്റണമെങ്കിൽ പുതിയ ചിന്തകളും ആശയങ്ങളും ഉൾപ്പെടുത്തണം എന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ പുതിയ ചിന്തകളും ആശയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ മാറ്റാൻ കഴിയുമോ? ഇല്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിശ്വാസങ്ങളെ ഇല്ലാതാക്കുക. മനസ്സിൻ്റെ ഉള്ളിലെ ഭീതികളും തകരാറുകളും മാറ്റുക. അപ്പോൾ മാത്രം നമ്മുടേതായ യഥാർത്ഥ സ്വഭാവം പൂർണ്ണമായി തിളങ്ങാൻ കഴിയും. ഞാൻ ഒന്നുകൂടി വിശദമാക്കാം. ഉദാഹരണത്തിന് മാനിഫെസ്റ്റേഷൻ, സബ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്, ഇവയെല്ലാം നാം പരീക്ഷിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം എല്ലാവർക്കും പൂർണ്ണ ഫലം നൽകുമോ? ഇല്ല. അതായത് നമ്മുടെ ഉള്ളിലെ അനാവശ്യമായ ചിന്തകൾ, ആത്മവിശ്വാസക്കുറവ്, ഇതെല്ലാം ഇല്ലാതാക്കണം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒന്നും അറിയാതെ ജനിക്കുന്നു. അതിൻ്റെ എല്ലാ ചിന്തകളും വിശ്വാസങ്ങളും പരിസ്ഥിതിയും ആളുകളും രൂപപ്പെടുത്തുന്നതാണ്, അല്ലേ? കുട്ടികൾ ഭയപ്പെടാൻ പഠിക്കേണ്ടതില്ല. എന്നാൽ നമ്മുടെ സമൂഹം, കുടുംബം ഇവരൊക്കെ ചേർന്ന് ഭയം, ആശങ്ക എന്നിവ നമുക്കുമേൽ രൂപപ്പെടുത്തുന്നു. അതിനാൽ തന്നെ നമ്മുടെ മനസ്സിനെ ഭയങ്ങൾ, പരിമിതികൾ എന്നിവയിൽ നിന്ന് മോചിപ്പിക്കുന്നത് വലിയ മാറ്റം വരുത്തും. നാം പലപ്പോഴും വിശ്വസിക്കുന്നത് ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചേർത്ത് മാറ്റങ്ങൾ നേടാമെന്നാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിന്നും കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ ഒരു വലിയ മാറ്റം നമുക്കുണ്ടാവും. ഉദാഹരണത്തിന് 1000 കലോറി കുറയ്ക്കുന്നത് 1000 കലോറി ശരീരത്തിൽ നിന്നും ബേൺ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ്. അതുപോലെ നമ്മുടെ വ്യക്തിത്വത്തിൽ പുതിയ ശീലങ്ങൾ ചേർക്കുന്നതിനേക്കാൾ നമ്മുടെ തെറ്റായ കുറേ ശീലങ്ങൾ ഒഴിവാക്കുന്നത് കൂടുതൽ ഫലപ്രദമാകും. ഷാഡോ വർക്കിനെയാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദമായി പറയാൻ പോകുന്നത്. ഇത് ഷാഡോ വർക്ക് എന്ന് കേൾക്കുമ്പോൾ ഇതൊരു മന്ത്രവാദമോ ഒരു മിസ്റ്റിക് പ്രയോഗമോ ഒന്നും അല്ല. ഇത് മനസ്സിൻ്റെ ആഴമേറിയൊരു ചിന്താഗതിയാണ്. ഈ വീഡിയോ കണ്ടു തീർക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില അടിസ്ഥാന സങ്കല്പങ്ങൾ മനസ്സിലാകും. നമ്മുടെ മനസ്സിനെ നാം 2 ഭാഗങ്ങളായി തിരിച്ചറിയാം. ഒന്നാമത്തേത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന ഭാഗം. അതായത് നമ്മുടെ ആത്മാർത്ഥത, കരുണ, ആത്മവിശ്വാസം, മറ്റുള്ള ആളുകളെ സഹായിക്കുന്ന മനോഭാവം എന്നിവയൊക്കെ. എന്നാൽ രണ്ടാമത്തെ ഭാഗം അത്ര വ്യക്തമല്ല. അതായത് ഇതിൻ്റെ മറുവശം. നമ്മുടെ അസ്വസ്ഥതകൾ, ആത്മവിശ്വാസക്കുറവ്, ഭയങ്ങൾ, കുറവുകൾ തുടങ്ങിയവ. ഈ മറുവശം നമുക്ക് തന്നെ പലപ്പോഴും മനസ്സിലാവില്ല. എന്നാൽ നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് പലപ്പോഴും ഈ മറുവശമാണ്. പൊതുവേ മനുഷ്യർ സന്തോഷം തേടുന്നതിനേക്കാൾ കൂടുതൽ ശ്രമിക്കുന്നത് വിഷമം ഒഴിവാക്കാനാണ്. ഞാൻ അതിനു വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു വലിയ തുക നഷ്ടപ്പെടാതിരിക്കാനായി കൂടുതൽ പരിശ്രമിക്കും, അല്ലേ? എന്നാൽ അതേ തുക നേടുന്നതിനായി അത്ര ശ്രമിക്കില്ല. ഭയം നമ്മെ അതിരുകൾ സൃഷ്ടിക്കാൻ പ്രേരിപ്പിക്കും. അത് മനസ്സിലാക്കാതെ മുന്നോട്ടു പോകുന്നത് പ്രയാസമായേക്കാം. പലരുടെയും ചെറുപ്പകാലങ്ങളിൽ, അതായത് ശൈശവകാലങ്ങളിലുള്ള അനുഭവങ്ങൾ, കുടുംബ ബന്ധങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയൊക്കെ നമ്മുടെ മറുഭാഗത്തെ രൂപപ്പെടുത്തുന്നു. ചിലർക്കത് വിശ്വാസക്കുറവായി, ആത്മവിശ്വാസമില്ലാതായി, അറിഞ്ഞോ അറിയാതെയോ കൈകാര്യം ചെയ്യാൻ പ്രയാസമാകുന്ന ഭയങ്ങൾക്കോ കാരണമാകുന്നു. ഇതിന് ശാസ്ത്രീയമായി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ശാസ്ത്രീയമായ പഠനങ്ങൾ ഷാഡോ വർക്ക് എത്രത്തോളം ഫലപ്രദമാണെന്ന് കാണിക്കുന്നു.
1988 ഡോക്ടർ ജെയിംസ് പെനി ബേക്കർ ഒരു പഠനം നടത്തിയതിൽ 50ഓളം വിദ്യാർത്ഥികളെ 2 ഗ്രൂപ്പായി തിരിച്ചു. ഒന്നാമത്തെ ഗ്രൂപ്പ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ അനുഭവങ്ങളെക്കുറിച്ച് എഴുതാൻ നിർദ്ദേശിച്ചു. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പിനോട് സാധാരണ വിഷയത്തെക്കുറിച്ച് എഴുതാനും നിർദ്ദേശിച്ചു. 4 ദിവസം തുടർച്ചയായി എഴുതി കഴിഞ്ഞ ശേഷം ആഴത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ച് എഴുതിയവർക്കാണ് ജീവിതത്തിലെ ഭാരം കുറയുന്നതും മനസ്സും ശരീരവും കൂടുതൽ ആരോഗ്യകരമാകുന്നതും കണ്ടു. അങ്ങനെ തന്നെ മറ്റൊരു പഠനത്തിൽ അവരുടെ ദുഃഖകരമായ ഓർമ്മകളെ തുറന്നു പറഞ്ഞവർ കൂടുതൽ ആരോഗ്യകരമായ ജീവിതം നയിച്ചുവെന്ന് കണ്ടെത്തി. അതായത് നമ്മുടെ ഭയങ്ങൾ തുറന്നു പറയുന്നതിന് ശാരീരികവും മാനസികവുമായ ഗുണങ്ങളുണ്ട്. വളരെയധികം ആളുകൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനാണ് മുൻതൂക്കം നൽകുന്നത്, അതായത് ആത്മവികാസത്തിന് ആണ് മുൻതൂക്കം നൽകുന്നത്. എന്നാൽ ആത്മചികിത്സ, അതായത് സെൽഫ് ഹീലിംഗ്, അതിലും അത്യാവശ്യമാണ്. സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് പുതിയ ശീലങ്ങൾ ഉൾക്കൊള്ളുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, കൂടുതൽ ഉത്സാഹത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു. എന്നാൽ സെൽഫ് ഹീലിംഗ് മനസ്സിനുള്ളിലെ ആഴത്തിലുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നു, ശൈശവത്തിലുണ്ടായ വിശ്വാസങ്ങൾ തിരുത്തുന്നു, മാനസികമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഈ രണ്ടും, അതായത് സെൽഫ് ഇംപ്രൂവ്മെൻറ്റും സെൽഫ് ഹീലിംഗും 50-50 എന്ന അനുപാതത്തിൽ ആവശ്യമാണ്. ഇതിന് എൻ്റെ കാര്യം തന്നെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ തുടങ്ങാഞ്ഞതിന് കാരണം എൻ്റെ മനസ്സിലുള്ള ഭയമായിരുന്നു. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ എന്നെ കാണും എന്നതിലായിരുന്നു എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ അത് മാറ്റി നമ്മുടെ അറിവുകൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന ചിന്തയിലേക്ക് മാറിയപ്പോൾ, ആ ചിന്തയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ എൻ്റെ കാര്യക്ഷമത വളരെയധികം മെച്ചപ്പെട്ടു. ഇനി നമുക്ക് എങ്ങനെയാണ് ഷാഡോ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഷാഡോ വർക്ക് ചെയ്യാൻ ശരിക്കും വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. വളരെ ലളിതമായ ഒരു രീതി പരീക്ഷിച്ച് നോക്കിയാൽ മതി. അതിനുവേണ്ടി ഒരു ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു ജേണൽ എടുക്കുക. അതിനുശേഷം ഒരു ചോദ്യം എഴുതുക. ഞാൻ എന്താണ് ഒഴിവാക്കുന്നത്? 10 മിനിറ്റ് ഈ ഒരു ചോദ്യത്തിന് വേണ്ടി മാറ്റിവെക്കുക. നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഉത്തരങ്ങൾ നിങ്ങളെ ശരിക്കും അതിശയിപ്പിക്കും. ഈ ഒരു യാത്ര അത്ര എളുപ്പമല്ല, പക്ഷേ അതിൻ്റെ ഫലങ്ങൾ അത്യന്തം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഭയങ്ങൾക്കെതിരെ ഒരു വിളക്ക് തെളിയിക്കുമ്പോൾ മാത്രം അവ അപ്രത്യക്ഷമാകും. നമ്മുടെ ഭയം യഥാർത്ഥമല്ല, മറിച്ച് വ്യാജമായ അനുഭവങ്ങൾ മാത്രമാണ് എന്നത് ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്രത്യക്ഷമായി തോന്നുന്ന ഭീതികൾ നമ്മെ നിയന്ത്രിക്കുന്നത് നിർത്തുമ്പോൾ നമ്മുടെ ജീവിതം പുതിയൊരു തലത്തിലേക്ക് ഉയരും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷാഡോ വർക്ക് എന്താണെന്ന് ഏകദേശം ഒന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്